അപ്പോൾ ഈ ലേഡി ഫുഡ് ബ്ലോഗറോട് പറയാനുള്ളത് ഞാൻ തറപ്പണിയാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അന്തസ്സുള്ള പണിയാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തറപ്പണി അതെനിക്ക് മനസ്സിലായി. അതിന് മറുപടി ഞാൻ അന്നേരം ആ സ്ക്രീൻഷോട്ട് ഇട്ട് കമൻറ്റ് ചെയ്യാത്തത് നിങ്ങളൊരു ലേഡി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ കമൻറ്റ് ചെയ്യാത്തത്. കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം വീഡിയോയിൽ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരുപാട് പേര് ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് ബ്ലോഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, വൃത്തി ഒന്നാമത്തെ കാര്യമാണ്. പല ബ്ലോഗുകളും നിരന്തരം ചവറായിട്ടിടുന്ന ഇപ്പോൾ ഏത് കടയാണ് നല്ലതെന്ന് അറിയാൻ വയ്യാത്തൊരവസ്ഥയായി. ഏത് തരത്തിലുള്ള ഫുഡാണ് കൊള്ളാമെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ബ്ലോഗർമാരെല്ലാം വേറെ പണിയൊന്നുമില്ലല്ലോ, ഫുഡ് ബ്ലോഗ് ചെയ്താൽ മതിയല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ കണ്ട എല്ലാ ഇടാറില്ല. ഫുഡ് ബ്ലോഗ് വളരെ എൻ്റെ വീഡിയോയിൽ നോക്കിയാൽ അറിയാൻ പറ്റും, കുറച്ചൊക്കെ ഞാൻ ചെയ്യാറുള്ളൂ. നമ്മളെവിടെ ചെന്ന് പുട്ടും കടല എന്നിട്ട് പൈസ കൊടുക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ചെയ്യുന്നത് അങ്ങനെയുള്ള പരിപാടിയൊന്നും നമുക്കില്ല. കാരണം അങ്ങനെ ചെയ്യാറുമില്ല. കാരണം ഒരുമാതിരിപ്പെട്ട ഫുഡൊന്നും നമുക്ക് പിടിക്കാറുമില്ല. പോയി ആര്യനാട് ഭാഗത്തൊക്കെ ഒരുപാട് വീഡിയോ ചെയ്യുന്നൊരു ഫുഡ് ബ്ലോഗറുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന ജോലി സാറിൻ്റെ കൂലിപ്പണിയാണ്, അതാണ് ചെയ്യുന്നത്. മറ്റേ മെഷീൻ വെച്ച് ഗ്രാസ് കട്ടിങ് ആണ്, പുല്ലുവെട്ടെന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ജോലികളാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ ആ പുള്ളിക്കാരുടെ വീഡിയോ എന്നും കാണുന്നതാണ്. അപ്പോൾ സിറ്റിയിലുള്ള പല കടകളും പുള്ളിക്കാരി അത്യാവശ്യം നല്ല വ്ളോഗൊക്കെ ചെയ്യുന്നു, ഫുഡിൻ്റെ മാത്രം, വേറൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, അപ്പോൾ നമ്മൾ വളരെ റെസ്പെക്റ്റോട് കൂടിയാണ് ഞാൻ അവരുടെ വീഡിയോ കാണുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി ഒന്നാമതേ നല്ല മഴയാണ്, പെട്ടിരിക്കുകയാണെന്നുള്ള അവസ്ഥയിൽ ഞാൻ മെസ്സേജ് ഇട്ടു. കാരണം ഈ വീഡിയോ കണ്ടിട്ട് ഞാനെന്നും കാണുന്ന വ്യക്തിയാണ്. അപ്പോൾ ഈ ഫുഡിൻ്റെ വീഡിയോ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ കഴിക്കാൻ തോന്നും. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയെ വെച്ചിട്ട് തമാശയ്ക്ക് കമൻറ്റ് ഇട്ട്. അപ്പോൾ ഉടനെ അവർ പറഞ്ഞ ഡയലോഗ്, നിനക്ക് തറപ്പണിയാണല്ലോ എന്ന്. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോ കാണുമായിരിക്കും എപ്പോഴെങ്കിലും. അപ്പം നിങ്ങളുടെ ലേഡി ആയതുകൊണ്ടാണ് ഞാൻ ആ പ്രൊഫൈൽ എടുത്തിട്ട് ആ കമൻറ്റ് എടുത്ത് സ്ക്രീൻഷോട്ട് ചെയ്ത് ഞാൻ പ്രതികരിക്കാത്തത്. അത് നിങ്ങൾക്ക് എന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ എല്ലാവരുടെ അടുത്തും ചെന്നിട്ട് വല്ല കടയുടെ പുറകിൽ നിന്ന് 2 ദോശയും വാങ്ങിച്ച് നിന്നിട്ട് പോകുന്ന ടീമല്ല. ഞാൻ ജോലി ചെയ്ത് അന്തസ്സായിട്ട് തന്നെ കുടുംബം പുലർത്തുന്ന ആളാണ്. എവിടെയെങ്കിലും കടയുടെ പിന്നാമ്പുറത്ത് ചെന്ന് വീഡിയോ ചെയ്യുന്ന ആളല്ല. ഞാൻ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾ ജെന്യുവനാണോ നോക്കി കണ്ടിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ആളെ മനസ്സിലാകാതെ ചെയ്തതാണെന്ന് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. ഇനി മേലാൽ നമ്മളിനി നിങ്ങളുടെ ഇതിൽ കമൻറ്റ് ചെയ്യാനൊന്നും ഞാൻ വരുന്നില്ല. ഇനിയിപ്പോൾ മനസ്സിലായി. അപ്പോൾ നിങ്ങളുടെ ആ ഗുണം ഞാൻ കണ്ടു ആരായാലും. അതുകൊണ്ട് ഞാനതൊന്നും എടുത്ത് കാണിക്കുന്നില്ല. നിങ്ങളെ അത് ബാധിക്കും. ഞാൻ ഇട്ട് കഴിഞ്ഞാൽ 100% നിങ്ങളെ ബാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്.